ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സെപ്പേ വഴിക്ക് എങ്ങനെ ബിറ്റ് കോയിൻ വാങ്ങാം, അല്ലെങ്കിൽ അതിലുള്ള സെറ്റിങ്സുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒരുപാട് പേര് ഫ്രണ്ട്സിനോട് വാട്സാപ്പിലൊക്കെ ചോദിച്ചായിരുന്നു. സെപ്പയിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം അവരിപ്പോൾ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇൻ്റർഫേസ് ഒക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്, പഴയ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ കൂടെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനായിട്ട് നമുക്ക് പൈസ സമ്പാദിക്കുന്ന വഴികൾ, അല്ലെങ്കിൽ ഓൺലൈൻ പൈസ മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സെപ്പേ വഴി ബിറ്റ് കോയിൻ വാങ്ങുന്നത് നോക്കാം. നമ്മൾ സെപ്പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ സെപ്പേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ ക്രെഡൻഷ്യൽ, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫ്സ് വെച്ചിട്ട് അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. കാരണം വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും പൈസ വിത്ഡ്രോ ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് ആധാർ ഐ ഡി മുതലായ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു 3-4 ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കിട്ടും. അതിനുശേഷം മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യാത്തവർ ചെയ്യുക. അതിനുശേഷം നോക്കാം എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ആദ്യം തന്നെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ നോക്കാം. നമുക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് തൊട്ടും ഏറ്റവും മുകളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ആൻഡ്രോയിഡിലാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ iOS ചിലപ്പോൾ ആപ്ലിക്കേഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് മൈ അഡ്രസ്സ് എന്ന ഓപ്ഷൻ കാണാം. അത് നമ്മുടെ ബിറ്റ് കോയിൻ അഡ്രസ്സാണ്. നിങ്ങളുടെ ബിറ്റ് കോയിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് വേണമെങ്കിൽ കോപ്പി ചെയ്യാം, അതുവഴി ഷെയർ ചെയ്യാം. അതിനുശേഷം തൊട്ട് താഴെ വെരിഫിക്കേഷൻ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ വെരിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ എഴുതി കാണിക്കും. നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്രൂവൽ പെൻഡിങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വെരിഫൈ ചെയ്യുക അക്കൗണ്ട്. പിന്നെ കാണും തൊട്ട് താഴെ ബിറ്റ് കോയിൻ റേറ്റ് ചാർട്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് 3 months അല്ലെങ്കിൽ ലാസ്റ്റ് 1 monthൻ്റെ ഒക്കെ റേറ്റ് എത്രത്തോളം കൂടി കുറഞ്ഞു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. റേറ്റിൽ വന്ന ഡിഫറൻസ് ഒക്കെ നമുക്ക് അറിയാം. എത്രയായിരുന്നു കഴിഞ്ഞ നവംബർ 28 എത്രയായിരുന്നു റേറ്റ്, ഇന്നിപ്പോൾ എത്രാം തീയതി, ഇന്നത്തെ ഡേറ്റിൽ എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് പിന്നെ സെറ്റിങ്സ് എന്നാണ് ഓപ്ഷനാണുള്ളത്. അതിലിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പിൻസ് ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ, കാരണം നിങ്ങൾ മൊബൈലിൽ എപ്പോഴും വേറെ ആരെങ്കിലും വന്ന് യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അതുപോലെ തൊട്ട് താഴെ ബിറ്റ് കോയിൻ റേറ്റ് അലർട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എങ്ങാനും പ്രൈസ് ഒരു 8 ലക്ഷമായി അല്ലെങ്കിൽ 9 ലക്ഷം ബിറ്റ് കോയിൻ്റെ റേറ്റ് എത്തുമ്പോൾ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു സ്ലൈഡ് ബാർ കാണാം. ഇവിടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. അതിൻ്റെ പ്രൈസ് നിങ്ങൾക്കൊരു 8 lakh ബിറ്റ് കോയിൻ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യണം എന്നുള്ള സെറ്റ് ചെയ്ത് കൊടുത്താൽ 8 lakh എത്തുമ്പോൾ അവർ അലർട്ട്സ് തരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം. എന്താ നിങ്ങൾ പ്ലാൻ എന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ തൊട്ട് താഴെ പിന്നെ സപ്പോർട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരാണെങ്കിൽ, നിങ്ങൾ പൈസ വിത്ഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ള ഇഷ്യൂസൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് സപ്പോർട്ട് വെച്ച് റേസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റിങ്സിലുള്ള ഓപ്ഷൻസ്. കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വാലറ്റ്, ട്രേഡ്, ഹിസ്റ്ററി എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കാണാം. നമ്മളിൽ വാലറ്റിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്ത് കിടക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും തൊട്ട് മുകളിൽ കാണാൻ നിങ്ങൾക്ക് 0.0001 BTC. അതായത് എൻ്റെ വാലറ്റിലുള്ള BTCയുടെ ബാലൻസാണ് അത് കാണുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര BTC ഉണ്ടോ, നിങ്ങൾ എത്ര BTC വാങ്ങി വെച്ചിട്ടുണ്ടോ അതെല്ലാം ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്കൂടെ ഷോ ചെയ്യുന്നതായിരിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് ഇക്വാലൻ്റ് INR കാണാം നമുക്ക്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 0.01 BTC ഉണ്ട്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ സെല് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇന്ത്യൻ INR എത്രയാണ് അതിന് ഇക്വാലൻ്റ് ആയിട്ട് വരുന്നത്, ആ ഒരു റേറ്റാണ് തൊട്ട് താഴെ കാണിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ റീഫ്രഷ് ആവുന്നതാണ്. അതായത് ലൈവായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, സെക്കൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൽ റേറ്റ് എത്രയാണോ അതനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള BTCയുടെ വില ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും INR എത്രയാണെന്നുള്ളത്. ഇനി നിങ്ങൾ പൈസ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു, നിങ്ങൾ 1000 രൂപ സെപ്പയുടെ വാളറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു.
പൈസ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി ഞാൻ പിന്നീട് പറഞ്ഞു തരാം എങ്ങനെയാണ്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് തൊട്ട് താഴെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും 0 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ വാളറ്റിൽ ഇപ്പോൾ 1 രൂപ പോലും ഇല്ല, 0 ആണ്. നിങ്ങൾ 10,000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പേയിൽ അത് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഈ 10,000 എന്നുള്ളത് ഞാനിപ്പോൾ 0 കാണുന്ന സ്ഥലത്ത് നിങ്ങളുടെ 10,000 രൂപ ക്രെഡിറ്റ് ആയി കാണും. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ INR വാളറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഏറ്റവും തൊട്ട് മുകളിൽ കാണുന്നതാണ് നിങ്ങളുടെ BTC വാളറ്റാണ്. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് BTC വാങ്ങാമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് റേറ്റ് കാണാം, ബൈ റേറ്റ് കാണാം. വേണ്ട, ബൈ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് 7,06,000 റുപ്പീസാണ് BTCയുടെ ബൈ റേറ്റ്. അതുപോലെ തന്നെ സെൽ റേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് 7,05,002 റുപ്പീസാണ് സെൽ റേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ BTC ഉണ്ടെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാം, BTC വാങ്ങണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് ഒരു കാര്യം ഓർക്കുക, ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക സെപ്പിന്ന് ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീണ്ടും ഓപ്പൺ ചെയ്യുന്നത്. അപ്പം റേറ്റ് ചിലപ്പോൾ മാറി കാണില്ല. അങ്ങനെയാണെങ്കിൽ റീഫ്രഷ് ആവാൻ വേണ്ടി ഒന്ന് വെറുതെ ബൈയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് പ്രൈസ് ഒന്ന് റീഫ്രഷ് ആയിക്കോളും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങാം എന്നുള്ള സ്റ്റെപ്സ് ഒന്ന് നോക്കാം. നമുക്കിവിടെ ബൈ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ഇങ്ങനത്തെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇപ്പോൾ നിങ്ങളിവിടെ കാണേണ്ട കാര്യം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഏറ്റവും മുകളിൽ നോക്കുക, ലാസ്റ്റ് റേറ്റ് പ്രൈസും വന്ന് കാണാം. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് 7,05,002 റുപ്പീസ് ലാസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. അതായത് ബൈ റേറ്റും കാണാം, സെൽ റേറ്റും കാണാം. നിങ്ങൾക്ക് ബൈ ചെയ്യുന്ന റേറ്റ് ആണെങ്കിൽ 7,05,785 റുപ്പീസിനും തൊട്ട് താഴെയായിട്ട് സെൽ റേറ്റും കാണാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ, എൻ്റെ കയ്യിൽ ബാലൻസ് 0 ആണ്. ആ ബാലൻസാണ് ഇവിടെ 0 എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപ ഈ ബാലൻസിനൂടെ കാണിക്കും. ഇനി ആദ്യമായിട്ട് നിങ്ങൾക്ക് എത്ര BTC ആണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു 0.01 BTC നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാനത് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യാം. എമൗണ്ട് എന്നുള്ളിടത്ത് നമുക്ക് ആവശ്യമുള്ള BTC എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ 0.01 BTC എൻ്റർ ചെയ്തു. അപ്പോൾ 0.01 BTC എൻ്റർ ചെയ്തപ്പോൾ അത് എത്ര INR നിങ്ങളുടെ രൂപ വേണം എന്നുള്ള റേറ്റ് ഇവിടെ തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. 7,057 രൂപ, അതായത് 7,057 റുപ്പീസ് വേണം നിങ്ങൾക്ക് 0.01 BTC വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇപ്പം എൻ്റെ INR വാളറ്റിൽ 0 ആണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ കാണാം സെറ്റ് പ്രൈസ് എന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ റേറ്റ് കാണാം 7,05,749 റുപ്പീസ്. ഇപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ചേഞ്ച് ആയിപ്പോൾ തന്നെ ഇപ്പോൾ വീണ്ടും 7,05,000 റുപ്പീസായി വീണ്ടും അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. റേറ്റ് ഒന്ന് ഡൗൺ ആയിപ്പോൾ ഒന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസാണ് ഇപ്പോൾ ബൈ റേറ്റ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ റേറ്റാണ് ഈ കാണിക്കുന്നത്. ബൈ റേറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ കാണാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്ലേസ് ബൈ ഓർഡർ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 0.01 BTC നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇനിയിപ്പോൾ അതല്ല, ഇതിന് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് പ്രൈസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഇവിടെ. ഇപ്പോൾ 7,05,000 ഇപ്പോഴത്തെ റേറ്റ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇതൊരു 6.5 lakh ഒക്കെ എത്തും, റേറ്റ് കുറയാനുള്ള ചാൻസ്. അപ്പോൾ ഞാൻ 6.5 lakh ആകുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബിറ്റ്കോയിൻ വാങ്ങണം, ഈ 0.1 BTC വാങ്ങണം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ സെറ്റ് പ്രൈസിനോട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര രൂപയെ BTCയുടെ വില എത്തുമ്പോഴാണ് നമുക്ക് ബിറ്റ്കോയിൻ വാങ്ങേണ്ടത്. അപ്പോൾ എനിക്ക് 6.5 lakhs വാങ്ങേണ്ടത്. ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6.5 lakhs റേറ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 6.5 lakh ആണെങ്കിൽ എനിക്ക് 6,500 രൂപ വരുള്ളൂ. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 7,000 രൂപയോളം എനിക്ക് വരും. പക്ഷേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് 6 ലക്ഷം റേറ്റ് എത്തുമ്പോഴാണ് എനിക്ക്. കാരണം വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും 6 ലക്ഷത്തോളം BTC വാങ്ങാം, ചിലപ്പോൾ ഇനി റേറ്റ് താഴോട്ട് പോകണമെന്നില്ല, മുകളിലോട്ടായിരിക്കും പോവുക, ചിലപ്പോൾ 7 ലക്ഷം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ അതുപോലെ തന്നെ കിടക്കും, BTC നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പ്ലേസ് ബൈ ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് കൊണ്ട് കാണിക്കുന്നത്, കാരണം എൻ്റെ ബാലൻസ് ഇല്ല. എൻ്റെ ഈ ബാലൻസ് 6,500 രൂപ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഇപ്പം ബിഡ് പ്ലേസ് ആവും. അപ്പോൾ ഇതിനെയാണ് ബിഡ് റേസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ച് താഴെ, അതായത് ആ റേറ്റ് കുറഞ്ഞു വരുമ്പോൾ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ബൈ ഓർഡർ റേസ് ചെയ്തിടാണ്. അതിനെയാണ് ബിഡ് റേസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പ്ലേസ് ബൈ ഓർഡറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടപ്പുറത്ത് കാണുന്ന മൈ ഓർഡറിൽ കാണാൻ പറ്റും. നിങ്ങളുടെ ഓർഡറിൽ ഇവിടെ വന്ന് കിടക്കും, നിങ്ങൾ 6 ലക്ഷം രൂപയ്ക്ക് ഇത്ര BTC വാങ്ങാൻ വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഓർഡർ ഫില്ലായതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് BTC കിട്ടുകയുള്ളൂ. കാരണം റേറ്റ് കുറഞ്ഞ് 7 ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞ് 6 ലക്ഷം എത്തിയാൽ മാത്രമാണ്
നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് അത് ബൈ ആയി പോയിക്കോളും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സെല്ല് ഓപ്ഷനിൽ സെല്ല് എമൗണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര BTC വിൽക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ BTC എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര INR കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ ഇവിടെ കാണിക്കും. ഇപ്പോൾ 0.001 BTC വിൽക്കണമെങ്കിൽ 705 രൂപ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ഓൾറെഡി കാണിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ബൈ ഓർഡർ പറഞ്ഞ പോലെ തന്നെ സെൽ ഓർഡറും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഒരു 8 ലക്ഷം എത്തുമ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് സെല്ലായി പോകണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാം, ഇവിടെ 8 ലാക്ക് അടിച്ചു കൊടുക്കും. ഓക്കെ, കാരണം ഞാൻ ചിലപ്പോൾ 7 ലാക്കിന് വാങ്ങിച്ചതായിരിക്കും. 7 ലാക്കിന് വാങ്ങിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു 8 ലാക്ക് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ട് ഇടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 8 ലാക്ക് എത്തിക്കഴിയുമ്പോൾ സെല്ലായി പോകും. എനിക്ക് 800 കിട്ടി. ഞാൻ 700 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. ഞാൻ 800 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എനിക്ക് 100 റുപ്പീസ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിടുക. കാരണം ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല, റേറ്റ് ചിലപ്പോൾ കൂടി ഒരു 8 ലാക്ക് ആയി, കുറച്ച് കഴിയുമ്പോൾ ഡൗൺ ആയി 7.5 ലാക്ക് ആയി വീണ്ടും. അപ്പോൾ നമ്മുടെ ചാൻസ് മിസ്സായി. അപ്പോൾ അതിനു വേണ്ടിയാണ് സെൽ ഓർഡറും അതുപോലെ തന്നെ ബൈ റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബൈ ഓർഡറും സെൽ ഓർഡറും പ്ലേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബിറ്റ്കോയിൻ വാങ്ങാനും സെല് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൊട്ട് താഴെ നിങ്ങൾക്ക് ഫീ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. മേക്കർ ഫീ 0.59%, ടേക്കർ ഫീ എന്ന് പറയുന്നത് 1.18% ആണ്. അപ്പോൾ മേക്കർ ഫീ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 7 ലക്ഷം രൂപയുള്ള ബിറ്റ്കോയിൻ നമ്മൾ 6.5 ലാക്സ് 6 ലക്ഷത്തിന് വാങ്ങാൻ വേണ്ടി ബിഡ് റേസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് കുറഞ്ഞ് നമ്മുടെ ഓർഡർ ഫില്ലാവുകയാണെങ്കിൽ 0.59% മാത്രമേ നമുക്ക് ഫീ ഈടാക്കിയുള്ളൂ. അതല്ല നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കറൻറ്റ് മാർക്കറ്റ് റേറ്റിൽ തന്നെ ബിറ്റ്കോയിൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1.18% ഒരു ഫീ ഈടാക്കും. അത് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്, 10,000 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 10,000 രൂപയുടെ 1.18% ഓട്ടോമാറ്റിക് ഫീ ആയിട്ട് കട്ടാക്കും. അപ്പോൾ ഇതാണ് ഫീ കുറച്ചുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ അടുത്തൊരു ഇത് കാണാം. നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് കാണാം മൈ ഓർഡർ എന്ന് പറഞ്ഞ് വേറൊരു ഓപ്ഷൻ കാണാം. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു, അതായത് നിങ്ങൾ ഇതേപോലെ സെല് ചെയ്യാൻ വേണ്ടി റേറ്റ് കൂട്ടി എങ്ങാനും ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബിഡ് ഓർഡറും പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബുക്ക് എന്ന ഓപ്ഷൻ കാണാം. അതായത് ഇപ്പം നിങ്ങൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടേക്കാണ്. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേരും ചിലപ്പോൾ ഇതേപോലെ തന്നെ ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഉണ്ടോ, ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 7,04,000 രൂപയാണ്. പക്ഷേ നമ്മളിന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കേട്ടോ, 7 ലക്ഷത്തിന് വരെ ആൾക്കാർ വാങ്ങാൻ വേണ്ടി 2 BTC ഒക്കെ 7 ലാക്സിന് വാങ്ങാൻ വേണ്ടി ആൾക്കാർ ബിഡ് റേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരാളായിരിക്കുന്നില്ല കേട്ടോ, ഒരുപാട് പേര് ചെയ്യുമ്പോൾ ഒരു സെയിം പ്രൈസിന് തന്നെ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേരും കൂടി എത്ര BTCന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെയാണ് ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സെൽ ഓർഡർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ 7,08,000 സെല് ചെയ്യാൻ വേണ്ടി ആൾക്കാർ റേറ്റ് ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബിഡ് ഓർഡറും സെൽ ഓർഡറും നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഹിസ്റ്ററി, നമ്മൾ ചെയ്ത ഹിസ്റ്ററിയും ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആൾക്കാർ കണ്ടോ, ഇപ്പോൾ ഗ്രീൻ കാണിക്കുന്നത് ബൈ ആണ്. ഇപ്പോൾ 7,04,000 ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മൊത്തം കാണുന്നത് മൊത്തം സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ പാനിക്കായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാണിച്ച സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ബിറ്റ് കോയിൻ്റെ മാത്രം കാണിച്ചത്. നിങ്ങൾക്ക് പിന്നെ റിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ബിറ്റ് കോയിനോട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കാണാം നിങ്ങൾക്ക് റിപ്പിൾ. ഓക്കെ, നമ്മൾ റിപ്പിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ റിപ്പിളിൻ്റെ റേറ്റ് കാണിക്കുന്നു. ഇപ്പോൾ റിപ്പിൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ, എത്ര റിപ്പിൾ വാങ്ങണം. ഓക്കെ, നമ്മൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. 10 റിപ്പിൾ വേണമെന്നില്ല 630 രൂപ വേണം. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്കൊരു BTCയുടെ ഞാൻ കോമൺ ആയിട്ട് കാണിച്ചെന്ന് മാത്രം. അതുപോലെ ഇങ്ങനെ തൊട്ടപ്പുറത്തെ ഹിസ്റ്ററി കാണാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാലറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി, ട്രേഡ് ക്ലിക്ക് ചെയ്ത് നോക്കി, തൊട്ട് താഴെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹിസ്റ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബിറ്റ് കോയിൻ വാങ്ങിയതും വിറ്റതുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഞാൻ ബിറ്റ് കോയിൻ വാങ്ങിയതാണ് ഇത് കാണിക്കുന്നത്. 10,000, 9,000 ഇതിനൊക്കെ ഞാൻ 10,000. ഇതൊക്കെ ഇപ്പോഴും നല്ല 2 മന്ത്സ് മുമ്പ്, ഞാൻ ഇപ്പോൾ അടുത്തൊന്നും വാങ്ങിയിട്ടില്ല. ഇതൊക്കെ വളരെ മുമ്പ് ഞാൻ ബിറ്റ് കോയിൻ വാങ്ങിയതാണ്. അവിടെ 8 മാസം മുമ്പ്, 8 മന്ത്സ് മുമ്പൊക്കെ വാങ്ങിയതാണ് കാണിക്കുന്നതിൽ. ഞാനിപ്പോൾ 1 വർഷത്തിന് മേലെയായി ഇത് ചെയ്യുന്നു. ഇപ്പോൾ 9 മന്ത്സ് 9 മാസം മുമ്പ് ഉള്ളത് ലോഡ് പിന്നെ താഴത്തോട്ടുണ്ട്. അപ്പോൾ 9 മാസം വരെ ഉള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ. ഇത് നമ്മുടെ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷനാണിത്. അതായത് നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിയിട്ട് നമ്മുടെ സെപ്പിൽ നിന്ന് വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതും വാങ്ങിയതുമായിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ കാണുന്നത്. ഉണ്ട് ബിറ്റ് കോയിൻ പർച്ചേസ്ഡ്, ഞാൻ പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസിൽ കാണാം നിങ്ങൾക്ക്. ഞാൻ വളരെ മുമ്പ് 8 മാസം മുമ്പ് വാങ്ങിയതൊക്കെയാണ്. 8 മാസം 9 മന്ത്സ് ബിഫോർ.
ഉണ്ട്. അപ്പോൾ എനിക്ക് 8 മാസം മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ ഇത് പ്രൊണക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് ഇതിൽ വാങ്ങിയിട്ട്. അപ്പോൾ 8 മന്ത്സ് മുമ്പ് അപ്പോൾ എനിക്ക് 0.0667 BTC അന്ന് എനിക്ക് ചിലവായത് 13,200 രൂപ മാത്രമാണ്. അത്രയും വിലയ്ക്കാണ് ഞാൻ അന്ന് വാങ്ങിയത്. 8 മാസം മുമ്പ് വാങ്ങിച്ച BTCയുടെ വിലയാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു വ്യത്യാസം വരും എങ്ങനെ പോയാലും. കാരണം നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം കേട്ടോ. 0.066 ആണ് BTC ഞാൻ വാങ്ങിയതുണ്ട് 13,200. നമ്മളിവിടെ ബൈ ചെയ്യാൻ വേണ്ടി BTC അടിച്ചു നോക്കാം. ഉണ്ടോ? ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ 46,317 രൂപയാണ്. എനിക്ക് 13,200 രൂപയാണ് അന്ന് ചിലവായത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു 30,000 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു ഓൾറെഡി എക്സ്ട്രാ. അതായത് ഇപ്പോൾ സെല് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ സെല് ചെയ്തിട്ടില്ല, ഞാനത് മുമ്പ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ 1 ലക്ഷം ഇറക്കിയതിന് ചിലപ്പോൾ 3 ലക്ഷം കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. കാരണം ഇപ്പോൾ റേറ്റ് പിന്നെ കുറഞ്ഞതാണ്. ഇപ്പോൾ 7 ലക്ഷം, കാരണം 14 ലക്ഷം രൂപ വരെ എത്തിയതായിരുന്നു ബിറ്റ്കോയിൻ റേറ്റ്. അപ്പോൾ അത് വളരെ നല്ല പ്രോഫിറ്റ് കിട്ടിയാൽ അന്ന് ഒരുപാട് വാങ്ങിച്ചിട്ടെങ്കിൽ ഞാനിപ്പോൾ സാധാരണ ട്രേഡ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കാറ്. ഞാനിപ്പോൾ ഇങ്ങനെ അധികം സെല് ചെയ്യാറില്ല. അത്യാവശ്യം മാത്രം നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ മാത്രം കുറച്ച് സെല് ചെയ്ത് ചെയ്യാറ് ഞാൻ. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതാണ് ഹിസ്റ്ററിയിൽ. ഞാൻ ട്രേഡ്സ് ഒന്നും ഇപ്പോൾ സെപ്പ് വഴിക്ക് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ ഇത് ഇപ്പോൾ പുതിയ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒന്നും ട്രേഡിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഹിസ്റ്ററി ട്രേഡിംഗ് ഒന്നും ഇതിൽ കാണാത്തത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിലുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. എനിക്കൊന്ന് വീഡിയോ ഒരുപാട് ലെങ്തി ആയപ്പോൾ തന്നെ നമുക്കത് അടുത്തൊരു ഇതിൽ പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, മെയിനായിട്ടുള്ള ഇൻ്റർഫേസും സെറ്റിങ്സുകളും ബിറ്റ്കോയിൻ എങ്ങനെ വാങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്. റിസീവ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഈ സെപ്പയിൽ നിന്ന് ബിറ്റ്കോയിൻ മറ്റു എക്സ്ചേഞ്ചുകളിലേക്ക് സെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റു എക്സ്ചേഞ്ചുകളിൽ നിന്ന് നമുക്ക് ബിറ്റ്കോയിൻ എങ്ങനെ റിസീവ് ചെയ്യാം സെപ്പയിലേക്ക്, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, പൈസ എങ്ങനെ വിഡ്രോ ചെയ്യാം, അങ്ങനത്തെ കാര്യം. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ നമുക്കത് പറയാം. കാരണം ഇത് ഒരുപാട് ലെങ്തി ആയി വീഡിയോ ഓൾറെഡി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി സെപ്പയുടെ ഡീറ്റെയിൽസ് ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും ഓൺലൈനായിട്ട് മണി മേക്ക് ചെയ്യുന്ന വീഡിയോകളാണ് ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്